ൂഴിയാലെങ്ങളെ മെനഞ്ഞുവല്ലോ, രമ്യമാം ഭൂമി തൻ സ്പന്ദനം കാക്കുവാൻ ഏദനിൽ സഹജീവിയാക്കിയല്ലോ. മലങ്കര മാർത്തോമാ സുറിയാനി സഭ പരിസ്ഥിതി കമ്മീഷൻ. സകല സൃഷ്ടികളോടും ചേർന്ന് നമുക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാം. ഈ വർഷത്തെ നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ പരിസ്ഥിതി സൗഹൃദമാക്കാൻ മാർത്തോമാ പരിസ്ഥിതി കമ്മീഷൻ തയ്യാറാക്കിയിരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ നമുക്ക് പാലിക്കാം. 1. എല്ലാ പാരീഷ് ഗായക സംഘങ്ങളും തങ്ങളുടെ ക്രിസ്മസ് ഗാനങ്ങളിൽ ഒരെണ്ണമെങ്കിലും പരിസ്ഥിതി ദർശനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നതും അത് എഴുതാനും ആലപിക്കാനും ശ്രമിക്കുക. 2. ഈ ക്രിസ്തുമസിന് ഒരു പരിസ്ഥിതി ക്രിസ്മസ് പ്രസംഗമോ ധ്യാനമോ തയ്യാറാക്കി നമ്മുടെ പള്ളികളിൽ പങ്കുവയ്ക്കാനായി ശ്രമിക്കുക. 3. മനുഷ്യരെയും പ്രകൃതിയെയും നശിപ്പിക്കുന്ന യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭൂമിയിൽ സമാധാനത്തിൻ്റെ ക്രിസ്തുമസ് സന്ദേശത്തിനായി യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് സമാധാനപരമായ ജീവിതത്തിൻ്റെ സാധ്യതയ്ക്കായി ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചർച്ചകളും ഉൾപ്പെടുത്തുക. 4. മഞ്ഞ്, മൂടൽമഞ്ഞ്, തണുത്ത കാലാവസ്ഥ എന്നിവ നമ്മുടെ സ്ഥലങ്ങളെയും നമ്മുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും എങ്ങനെ മാറ്റിമറിച്ചുവെന്ന് പഴയ സുഹൃത്തുക്കൾക്കിടയിൽ ഒരു സർവേ നടത്തുകയും ഒരു പഠനത്തിനായി ശ്രമിക്കുകയും ചെയ്യുക. 5. പടക്കങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. പാഴ്വസ്തുക്കളിൽ നിന്ന് ക്രിസ്തുമസ് ട്രീ ഉണ്ടാക്കുക. 6. നമ്മുടെ പ്രദേശത്തു നിന്ന് ലഭ്യമാകുന്ന വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ച് ക്രിസ്മസ് ട്രീകളും പുൽത്തൊഴുത്തുകളും നിർമ്മിക്കാനായി ശ്രമിക്കുക. നമ്മുടെ അടുത്തുള്ള നെൽ കർഷകരോട് തൊഴുത്തുണ്ടാക്കാൻ ആവശ്യമായ വൈക്കോൽ നൽകാൻ ആവശ്യപ്പെടുക. 7. നമ്മൾ ഉപയോഗിക്കുന്ന ക്രിസ്തുമസ് അലങ്കാരങ്ങളിൽ 95% ഈ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുകയും ജൈവ വിഘടനം ചെയ്യാത്ത വസ്തുക്കളിൽ നിന്ന് നിർമ്മിക്കുകയും ചെയ്യുന്നതാണ്. ക്രിസ്തുമസ് ആഘോഷിക്കാൻ പരിസ്ഥിതി സൗഹൃദ അലങ്കാരങ്ങൾ മാത്രം നമുക്ക് ഉപയോഗിക്കാം. 8. വെളിച്ചവും ശബ്ദവും ആധുനിക നാഗരികതയുടെ ഭാഗമാണ്. എന്നാൽ അമിതമായ പ്രകാശവും ശബ്ദവും മലിനീകരണത്തിന് കാരണമാണ് എന്ന് ഓർക്കുക. അതുകൊണ്ടാണ് നിശബ്ദ രാത്രി, സൈലന്റ് നൈറ്റ് എന്ന ഇടയന്റെ പാട്ട് നാം പാടുന്നത്. ഒരുപക്ഷെ നിശബ്ദതയും ഇരുട്ടും ഇന്നത്തെ കാലത്ത് ഒരു ആഡംബരമാണ്. 9. പഴയ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് തുണിസഞ്ചികൾ ഉണ്ടാക്കി ക്രിസ്തുമസ് സമ്മാനമായി നൽകുക. 10. ക്രിസ്തുമസ് അവധിക്കാലത്ത് പൊതുഗതാഗതവും പങ്കിട്ട വാഹനങ്ങളും ഉപയോഗിക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം സ്വന്തം വാഹനം ഉപയോഗിക്കുക. 11. പാരിസ്ഥിതിക അനീതി അനുഭവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹങ്ങളെ ഈ ക്രിസ്മസ് നാളുകളിൽ സന്ദർശിക്കാനും അവരുമായി പങ്കിടൽ ക്രമീകരിക്കാനും ശ്രമിക്കുക. നമ്മുടെ ചുറ്റുപാടിലെ പരിസ്ഥിതി തകർച്ച മൂലം കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവർ, കാലാവസ്ഥ വ്യതിയാനം മൂലം ജീവനോപാധികൾ ഭീഷണി നേരിടുന്നവർ, എൻഡോസൾഫാൻ ഇരകൾ, അഭയാർത്ഥികൾ, കരിമണൽ ഖനനം മൂലം ഭീഷണി നേരിടുന്നവർ എന്നീ സമൂഹങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. 12. 25 നോമ്പുകാലത്ത് പ്രകൃതിയെ നശിപ്പിക്കുന്ന കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങളിൽ നിന്ന്
നാം വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. പരിസ്ഥിതി നീതിയുടെ ആത്മീയതയെ ധ്യാനങ്ങളിൽ കേന്ദ്ര വിഷയമാക്കാൻ നമുക്ക് ശ്രമിക്കാം. 13. പക്ഷികൾക്കായി എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും വീടുകളിലും ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനും അവയെ സംരക്ഷിക്കാനും ശ്രമിക്കുക. 14. ക്രിസ്തുമസ് രാവിൽ നമ്മുടെ പള്ളിയിൽ ഒരു ഒത്തുചേരൽ ക്രമീകരിക്കുക. ഈ ഒത്തുചേരലിൽ ഭൗതിക ശാസ്ത്ര അധ്യാപകരുടെയും ആകാശപ്രേമികളുടെയും നേതൃത്വത്തിൽ ഒരു നക്ഷത്ര നിരീക്ഷണ പരിപാടി ആസൂത്രണം ചെയ്യുക. സകല സൃഷ്ടിയോടും കൂടെ നമ്മുടെ ക്രിസ്തുമസ് നമുക്ക് ആഘോഷിക്കാം. ഈ ക്രിസ്തുമസ് നമ്മുടെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനും പരിസ്ഥിതി സൗഹൃദ ജീവിതത്തിലേക്കും നമ്മെ നയിക്കട്ടെ. നോഹതൻ